ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡൗട്ട്സും അതിനുള്ള ഉത്തരങ്ങളും തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതുപോലുള്ള ഡൗട്ട്സ് ഒരുപാട് പേർക്ക് കാണും, പക്ഷേ അവർക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അവർക്ക് കൂടി മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് കൂടി ഉപകാരപ്പെട്ടോട്ടെ. അപ്പോൾ വേഗം ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യമാണ്, എൻ്റെ LMP Feb 26 പീരീഡ്സ് ഇറഗുലർ ആണ്. April 7 ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. April 22 ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ബീറ്റ HCG ലെവൽ 55,191 ആണ് കാണിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്താണ് മാം? അപ്പോൾ പോസിറ്റീവ് ആണെന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. കോൺഗ്രാറ്റ്സ്. അപ്പോൾ എന്തായാലും ഡോക്ടറെ ഒന്ന് കാണിക്കേണ്ടി വരും. ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റും അതുപോലെ തന്നെ സ്കാനിങ്ങും ചെയ്ത് നോക്കേണ്ടതായിട്ട് വരും. അടുത്ത ചോദ്യമാണ്, ഹായ്, എനിക്ക് 5 week 4 days ആയിട്ടുണ്ട്. സ്കാൻ ചെയ്തപ്പോൾ ജസ്റ്റേഷണൽ സാക്ക്, യോഗ് സാക്ക് ആൻഡ് ഫീറ്റൽ പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഹേർട്ട് ബീറ്റ് വന്നിട്ടില്ല. ഇനി 3 week കഴിഞ്ഞ് വരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മുന്നേ ഒരു DNC കഴിഞ്ഞതാണ്, അന്ന് ഹേർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. ഇനി അതുപോലെ സംഭവിക്കുമോ? ഫീറ്റൽ പോൾ വന്നാൽ ഹേർട്ട് ബീറ്റ് ഇനി സ്കാൻ ചെയ്താൽ കിട്ടൂലേ? അപ്പോൾ തീർച്ചയായിട്ടും കിട്ടും. ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. മുന്നേ കഴിഞ്ഞു പോയ കാര്യം ഓർത്തും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഹേർട്ട് ബീറ്റ് ഇനിയും വരാൻ സാധ്യതയുണ്ട്. ഇനിയും നമുക്കതിന് ടൈമും ഉണ്ട്. കാരണം 5 weeks അല്ലേ ആയിട്ടുള്ളൂ. ലേറ്റ് ആയിട്ട് കൺസീവ് ആയി കഴിഞ്ഞാൽ ഹേർട്ട് ബീറ്റും ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ സ്കാൻ ചെയ്ത് നോക്കുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് 15th day ചെറിയ ബ്ലീഡിംഗ് പോലെ വരുന്നു. എനി പ്രോബ്ലം? അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ബീറ്റ HCG പോസിറ്റീവ് വന്നതിന് ശേഷമാണ് നമുക്ക് ബ്ലീഡിംഗ് വരുന്നതെങ്കിൽ നമുക്കൊന്ന് കൺസേൺ ആകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്നും ബ്ലീഡിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. എമർജൻസി ആയിട്ട് കഴിക്കേണ്ട മെഡിസിൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ആ മെഡിസിൻസ് എമർജൻസി ആയിട്ട് തന്നെ കഴിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആകും. ഇനിയും അതല്ല, ഡോക്ടർ ഇഞ്ചക്ഷൻ ആണ് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നതെങ്കിൽ എമർജൻസി ആയിട്ട് നമുക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ആകും. ഫർദർ നമ്മുടെ പ്രഗ്നൻസി കൂടുതലായിട്ട് ഡാമേജ് ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയും അതുമല്ല, ഒരു തവണ മാത്രമേ നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ ഫർദർ ആയിട്ട് നമുക്ക് ബ്ലീഡിംഗ് ഉണ്ടാവുന്നില്ല എങ്കിൽ അപ്പോഴും ഡോക്ടറെ ഒന്ന് ഇൻഫോം ചെയ്യുക. കൂടുതലായിട്ട് കൺസേൺ ആകേണ്ട കാര്യമില്ല. അത് കൂടുതലായിട്ട് ഡാമേജ് ഒന്നും തന്നെ ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യമാണ്, FET കഴിഞ്ഞ് നാളെയാണ് HCG ചെയ്യാൻ പറഞ്ഞ് ഇംപ്ലാന്റേഷൻ ടൈമിൽ ക്രാമ്പിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അടിവയറിൽ ക്രാമ്പിംഗ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്. ഇത് നോർമൽ ആണോ? അപ്പോൾ വളരെ നോർമൽ ആണ്. ടെൻഷൻ ആകേണ്ട യാതൊരു കാര്യവും ഇല്ല. ഇത് നമുക്കുണ്ടാവുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ്. അപ്പോൾ ടെൻഷൻ ആകാതെ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുക. റിസൾട്ട് പോസിറ്റീവ് തന്നെ ആയിരിക്കും. എന്തായാലും അറിയിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കാം. അടുത്ത ചോദ്യമാണ്, എൻ്റെ ET ഈ മാസം 8 19 ബീറ്റ HCG 260 ഉണ്ടായിരുന്നു. ഇനി ഈ മാസം 24 അടുത്ത ബീറ്റ HCG നോക്കാൻ പറഞ്ഞത്. ബട്ട് ഇന്ന് 23 എനിക്ക് രാവിലെ ചെറിയ ബ്ലീഡിംഗ് പോലെ വന്നു. 2 പ്രാവശ്യം. പിന്നെ ബ്ലീഡിംഗ് ഒന്നും തന്നെ ഉണ്ടായില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? 2 പ്രാവശ്യം ബ്ലീഡിംഗ് ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഒന്ന് കെയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ എന്തായാലും ഇനിയും തുടർന്ന് ബ്ലീഡിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡോക്ടറെ എമർജൻസി ആയിട്ട് കാണിക്കേണ്ടതുണ്ട്. എമർജൻസി ആയിട്ട് ഡോക്ടർ തരുന്ന മെഡിസിൻസ് എന്തായാലും എടുക്കേണ്ടതുണ്ട്. തുടർന്ന് നമ്മുടെ പ്രഗ്നൻസിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ പ്രോബ്ലം ഒന്നും തന്നെ കാണില്ല, പക്ഷേ പ്രോബ്ലം ഒന്നും തന്നെ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ പ്രിക്കോഷൻസ് എല്ലാം തന്നെ എടുക്കുന്നത്. ബീറ്റ HCG വാല്യൂ എന്തായാലും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കുക. വാല്യൂ ഡബിൾ ആകുന്നുണ്ടോ, ഹൈ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അത് അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ചെക്ക് ചെയ്തതിന് ശേഷം ഈ വീഡിയോയുടെ അടിയിൽ എന്തായാലും കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യമാണ്, എനിക്ക് ഈ വീക്ക് എംബ്രിയോ ട്രാൻസ്ഫർ ആണ്. മെഡിസിൻ കഴിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോഴേ ബ്രസ്റ്റ് പെയിൻ ഉണ്ട്. അതെന്താണ്? അപ്പോൾ അത് വളരെ നോർമൽ ആണ്. ടെൻഷൻ ആകേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസിന്റെ എഫക്റ്റ് കാരണമാണ് നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ്, അതായത് ബ്രസ്റ്റ് പെയിൻ ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബ്രസ്റ്റ് പെയിൻ കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതലായിട്ട് കൺസേൺ ആകേണ്ട കാര്യമില്ല. ഇനി നമുക്കുണ്ടാവുന്ന എന്തുതരം സിംറ്റംസ് ആയാലും അത് നമ്മളെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. അടുത്ത ചോദ്യമാണ്, എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് എത്ര ഡേയ്സിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക? Day 3 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 5 to
7 ഡേയ്സിനുള്ളിൽ ഇംപ്ലാന്റേഷൻ നടക്കും. ഇനിയും ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് ഡേ 5 അല്ലെങ്കിൽ ഡേ 6 എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളതെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ ഇംപ്ലാന്റേഷൻ നടക്കും. ഈ ഡേയ്സിനുള്ളിൽ കൺഫേം ആയിട്ട് ഇംപ്ലാന്റേഷൻ നടക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്രയും ഡേയ്സിനുള്ളിൽ എന്തായാലും ഇംപ്ലാന്റേഷൻ നടന്നിരിക്കും. അടുത്ത ചോദ്യമാണ്, ഹായ്, എന്റെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് 6 ഡേയ്സ് ആയി. പീരീഡ്സ് ആവുന്ന പോലെ കാലുകടച്ചിൽ എല്ലാം ഉണ്ട്. നെഗറ്റീവ് ആണോ? എനിക്ക് തിക്നെസ് സ്കാനിങ്ങിൽ തിക്നെസ് 11 ആയിരുന്നു. അത് കഴിഞ്ഞ് 4 ഡേയ്സ് കഴിഞ്ഞാണ് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്തത്. അപ്പോൾ തിക്നെസ് കൂടില്ലേ? അത് പ്രോബ്ലം ആണോ? ഒരു പ്രോബ്ലവും ഇല്ല. കാലുകടച്ചിൽ പോലെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് നമുക്ക് പീരീഡ്സ് ആകാനല്ല, അത് നെഗറ്റീവ് ആയതുകൊണ്ടുമല്ല, അത് നമ്മൾ കഴിക്കുന്ന ഹോർമോണൽ മെഡിസിൻസ് കാരണമാണ് അങ്ങനത്തെ സിംറ്റംസ് നമുക്ക് ഉണ്ടാകുന്നത്. അത് ഓർത്ത് ടെൻഷൻ ആകേണ്ട കാര്യമില്ല. നെഗറ്റീവ് ചിന്തകൾ എല്ലാം തന്നെ മാറ്റി പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെ ഇരിക്കുക. പോസിറ്റീവ് റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഫുഡൊക്കെ കഴിച്ച് മാക്സിമം പോസിറ്റീവ് ആയിട്ടിരിക്കുക. പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടും. അടുത്ത ചോദ്യമാണ്, ഹായ്, എനിക്ക് എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു. ഏപ്രിൽ 14 ബീറ്റ HCG ടെസ്റ്റ് ഈ മന്ത് 27 ചെയ്യേണ്ടത്. നല്ല ടെൻഷനുണ്ട്. നമ്മൾ കാർഡ് വാങ്ങി നോക്കിയാൽ റിസൾട്ട് അറിയാൻ പറ്റുമോ? ചിലവർക്ക് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രഗ്നന്റ് ആണോ എന്ന് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും. പക്ഷേ മോസ്റ്റ്ലി യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻസി ആണെങ്കിൽ പോലും നമുക്ക് പ്രഗ്നന്റ് ആണെന്ന് അറിയാൻ സാധിക്കുകയില്ല. അത് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുകയില്ല. റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ ആകും. അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ ഒഴിവാക്കാനാണ് നേരത്തെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട എന്ന് നിർദ്ദേശിക്കുന്നത്. ഈ ഒരു കേസിലും ഈ മാസം 27-ാം തീയതി 14-ാം ദിവസം ആകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ മാസം 27-ാം തീയതി ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനിയും ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഒട്ടും ടെൻഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ മാത്രം ഈ മാസം 26-ാം തീയതി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വെച്ചിട്ട്. അതിനു മുമ്പ് ടെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അതുപോലെ തന്നെ പേഴ്സണലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാനിവിടെ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് വാട്സപ്പ് നമ്പർ എടുത്ത് അതിനകത്തോട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. എന്തായാലും അവിടെയും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അടുത്ത ചോദ്യമാണ്, പീരീഡ്സ് ഡേറ്റ് എത്ര മുന്നേ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാകും? അപ്പോൾ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് പീരീഡ്സ് മിസ്സായ ആ ദിവസം തന്നെ ബ്ലഡിൽ ബീറ്റ HCG ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും. ഇനി യൂറിനിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആണ് എങ്കിൽ 2 ലൈൻ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ഇനി വീക്ക്ലി പോസിറ്റീവ് ആണെങ്കിൽ, നേരത്തെയൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലവർക്ക് വീക്ക്ലി പോസിറ്റീവ് ആയിട്ടും കാണിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെയാണ്. നമുക്ക് ഒരു ലൈൻ ഫെയിൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോഴും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്, ഇത്രയും ഡൗട്ട്സ് ആണ് തിരഞ്ഞെടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാ ഡൗട്ട്സിനും ഉള്ള ഉത്തരം എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം താഴെ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.